എസ് എല്ലാമിന്റെ കാര്യം എന്നോട് കിടക്കില്ല. നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യം ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത്? ആണോ? മുൻ എം എൽ എ ആണ്. ഇതൊക്കെ ഏറ്റു പറയുന്ന ഈ പത്രലേഖകന്മാരെ എന്താ പറയാ, ഇതൊക്കെ സുബുദ്ധിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. താൻ പോടോ, ഡോർ തുറന്ന് പിണറായിയുടെ കൊമ്പടിച്ച് ജി സുധാകരൻ. താൻ പോടോ എന്ന് ഒരു മടിയും കൂടാതെ ജി സുധാകരൻ ഇന്ന് മാധ്യമങ്ങൾക്ക് നേരെ, അതും കൈരളിയുടെ മാധ്യമ പ്രവർത്തകന് നേരെ തട്ടിക്കയറി മൈക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി അടങ്ങുന്ന CPM-ന്റെ കൊമ്പൊടിക്കലാണ്. ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്കൂൾ പോലെ ഒരു സാമൂഹിക സ്ഥാപനത്തിൽ വെച്ച് ജി സുധാകരനെ ഒരു MLA ആണ് എന്ന് പോലും നോക്കാതെ കമ്മിക്കൂട്ടങ്ങൾ പലതും പറഞ്ഞ് തട്ടിക്കയറുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കാണുന്നത്. സാറേ എന്നല്ലേ വിളിച്ചതും വിളിപ്പിച്ചതും എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇന്നലെ കമ്മിക്കൂട്ടങ്ങൾ ജി സുധാകരന് നേരെ തട്ടിക്കയറിയതെങ്കിൽ ഇന്ന് വേറെ ചിലതാണ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഓർക്കണം, CPM എന്ന കേഡർ പാർട്ടി എല്ലാ പാർട്ടി സംവിധാനങ്ങളും തകർന്ന് ചിഹ്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒന്ന് പറയുമ്പോൾ മറ്റൊരു നേതാവ് അതിന് നേരെ വിപരീതമായ മറ്റെന്തൊക്കെയോ പറയും. ഒടുക്കം പരുന്ത് പോലും തലയ്ക്ക് മുകളിൽ പറക്കില്ല എന്നും ഇരട്ട ചങ്കനെന്നും കപ്പിത്താൻ എന്നുമൊക്കെ വാഴ്ത്തിപ്പാടിയ പിണറായിയെ ഒതുക്കി മൂലക്കിരുത്താമെന്ന അവസാന തീരുമാനത്തിലേക്ക് കടക്കുകയാണ് MA ബേബി അടക്കമുള്ള CPM നേതാക്കൾ. ഇതൊക്കെ നിരന്തരം മാധ്യമങ്ങളിൽ വാർത്തകളായി നിറയുമ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചുവിടാൻ ജി സുധാകരനെ പോലെയുള്ള നേതാക്കളുടെ പിന്നാലെ മൈക്കും ക്യാമറയും തൂക്കി ഇറങ്ങുകയാണ് AKG സെന്ററിൽ ഒപ്പുവെച്ച ചില മാധ്യമങ്ങൾ. എന്നാൽ നല്ല ചുട്ട മറുപടി തന്നെ ജി സുധാകരൻ അവർക്കൊക്കെ നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ UDF ജി സുധാകരനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് KC വേണുഗോപാലും അടിവരയിട്ട് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ LDF തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യം ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത്? ആണോ? മുൻ എം എൽ എ ആണ്. ഇതൊക്കെ ഏറ്റു പറയുന്ന ഈ പത്രലേഖകന്മാരെ എന്താ പറയാ, ഇതൊക്കെ സുബുദ്ധിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോയി വല്ല പണി നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്ന ഒരു വർഗീയവാദി അല്ലായിരുന്നു? താൻ പോടോ. നിങ്ങൾ വേറെ ജോലി വല്ലതും നോക്കാം. ഇലക്ഷൻ ഫണ്ട് പിരിക്കുന്ന അഴിമതിയാരമാണ്. ഞാൻ ആദ്യമായിട്ട് കരുതുക. നിങ്ങൾ എവിടെയാ പറയുന്നത്? ഇലക്ഷൻ ഫണ്ട് പിരിച്ചത് സങ്കല്പിക്കുക, അഴിമതിയാരമാണ്. ഞാനെന്താ എസ് സലാമിന്റെ കാര്യം എന്നോട് കേൾക്കുന്നില്ല. നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യം ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത്? ആണോ? മുൻ എം എൽ എ ആണ്. ഇതൊക്കെ ഏറ്റു പറയുന്ന ഈ പത്രലേഖകന്മാരെ എന്താ പറയാ, ഇതൊക്കെ സുബുദ്ധിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. പുള്ളിക്കത് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് പോട്ടെ. 19 ദിവസം എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോയി വല്ല പണി നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്ന ഒരു വർഗീയവാദി അല്ലായിരുന്നു? താൻ പോടോ, തന്റെ പാട്ടിന് പോ. താൻ പോവാ പറഞ്ഞ താൻ പൊക്കോളാൻ പറഞ്ഞ പാർട്ടിക്കാരന്. ഇയാൾ എന്തുവാ പ്രസംഗിക്കുന്നത്? ഇതാണോ പത്രക്കാരൻ? ഞാൻ സംസാരിച്ചത്, താനാ സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ടത്? വഴക്കോട്ടൊക്കെ വന്നിരിക്കുക ബലേ. എന്നാലും അവിടെ കാണിച്ച പോക്ക് സ്ഥലം ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. താൻ പത്രലേഖന ഓർത്തോണം. ഇപ്പൊ പറഞ്ഞല്ലേ പിന്നെന്താ പറഞ്ഞത്? ഇതുമായിട്ട് ബന്ധം. ഉച്ചഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ? താൻ എന്നോട് ചോദിച്ചില്ലല്ലോ. താൻ കമന്റ് അടിച്ചല്ലേ ചെയ്ത്? താൻ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം എന്തോന്ന് ചോദിച്ചില്ലല്ലോ. ഒരു കാര്യം പറയാം, എന്റെ അടുത്ത് വന്നേക്കരുത് മേലാൽ എന്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ള ഇരിക്കും. താൻ MLA, തന്റെ MLA ഒന്നുമല്ല. ഞാൻ തന്റെ MLA അല്ല. അമ്പലപ്പുഴ MLA തന്റെ ഔദാര്യാണ്. നിങ്ങൾ വോട്ട് ചെയ്തെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വോട്ട് ചെയ്താലാണ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. വേണ്ട ഷാജഹാനെ, വേറെ വല്ല പണിയും പോയി നോക്കിയല്ലേ? ഏജൻസി പണിയൊന്നും വേണ്ട. കാര്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. നിർത്തി, നിങ്ങളുമായിട്ടുള്ള നിർത്തി. നിങ്ങൾ അതുകൊണ്ട് സലാമിൻ്റെയോ അല്ലോ പിന്നെ ഒന്നും പേരെ എന്നോട് ചോദിക്കണ്ട. ഞാൻ അതൊന്നും പറയാൻ പാറ്റ സ്ഥലം വേറെ വല്ലോടെ ചോദ്യം. അത് വെറുതെയാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളും ഭക്ഷണം പാചകം ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് വെളിയിലാണ്. മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ആരും പാചകമൊന്നും ചെയ്യാറില്ല. ബാനർ പിടിച്ചിട്ട് ഓരോ കക്ഷിക്കാർ അത് പാടില്ല. വെളിയിൽ ഭക്ഷണം പാചകം ചെയ്യണം. അവിടെ വാങ്ങും, ഇല്ലെങ്കിൽ അവർക്ക് ഒട്ടും കൊടുക്കാൻ ഭക്ഷണമില്ല. ഞാൻ പറഞ്ഞു അത് വേറൊരു തരത്തിൽ എഡിറ്റ് ചെയ്താലും കൊടുത്തതാണ്. ഞാൻ പറഞ്ഞതല്ല. ഭക്ഷണം കൊടുക്കണം ആരെങ്കിലും പറയുമോ? നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടല്ലോ. അപ്പൊ അത് ആരും ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ഇതാണ്, മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ട് മുഴുവൻ അവിടെ ഷെഡും കെട്ടിയിട്ട് പാചകം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാണോ? വേറെ കേരളത്തിൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു സിവിൽ സംസ്കാരം പാലിക്കണമെന്നേ പറഞ്ഞു.
ഭക്ഷണം കൊടുക്കാം, വെളിയിൽ അവരവരുടെ റൂമെടുത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ പാചകം ചെയ്യാം, ഇവിടെ കൊണ്ട് കൊടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അത് വേണമെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് മത്സരിച്ച് വൃത്തികേട് കാണിക്കുന്നതാണ് പറഞ്ഞത്. അതൊരു പൗരന്റെ കടമയാണ്, ഞാൻ ജനപ്രതിനിധിയാണ്. അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ സാറ് സ്കൂളിൽ നിൽക്കുന്ന സ്കൂളിൽ വന്നപ്പോൾ സാറിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു വരുത്തുന്നത് സാറിനെതിരായിട്ടുള്ള മോശമായ ആരോപണങ്ങളാണ് പറഞ്ഞു വരുത്തുന്നത്. അത്തരം ആരോപണങ്ങൾ പറഞ്ഞു വരുത്തുന്നവർ സാറിനെ ഈ ഒരു മോശം ഇത് പറഞ്ഞു വരുത്തുമ്പോൾ സാർ അതിൽ ഒരു വിവരണം നമ്മൾ ചോദിക്കുന്നത് ഇല്ല. എന്ത് മോശം വരുത്താനാണോ നമ്മുടെ അത് മോശം അവിടെ നടന്ന കുഴപ്പങ്ങളെ പറ്റി അന്വേഷിക്കാൻ വന്ന MLA തടഞ്ഞു വെച്ചെന്നല്ലേ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാർ പരാതി കൊടുത്തുണ്ട്. കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കണം. പഞ്ചായത്ത് സെക്രട്ടറിയാണ് 9 പേരെ കൂട്ടിക്കൊണ്ടുവന്നത്. അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. 9 LDF മെമ്പർമാരെ കൂട്ടി വരേണ്ട കാര്യം പഞ്ചായത്ത് സെക്രട്ടറി. ഞാൻ അവരെയല്ലേ വിളിച്ചത്. അവരെ തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഞാൻ അതുകൊണ്ട് എന്നെ സ്ഥിതി ബന്ധയ്ക്ക് കൊടുക്കും. അത് അന്വേഷിക്കട്ടെ. എന്നെ രമേശ് വിളിച്ചു, ശംസീൻ മിനിസ്റ്റർ വിളിച്ചു, ബിജു മിനിസ്റ്റർ വിളിച്ചു. അവർ അന്വേഷിക്കട്ടെ. സാറിന്റെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം വെച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് സ്ത്രീ ജനങ്ങളുടെ മുൻപിൽ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. 12 പേരുടെ കണ്ടില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? 12 പേരെ ഉള്ളായിരുന്നല്ലോ, 100 പേരില്ലായിരുന്നല്ലോ. സ്ത്രീകളാരുമല്ല, അഭിമാനമുള്ള സ്ത്രീകളാരുമല്ല. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും പേരിൽ ഇപ്പോൾ FIR ഉണ്ട്. പട്ടി പൂച്ച നായ എന്ന് വിളിക്കാൻ സ്ത്രീകളെ കൊണ്ട് വിളിപ്പിക്കുക. പട്ടി പൂച്ച നായ, ഇതാണ് സംസ്കാരം. ഈ പാർട്ടിയുടെ ഈ നേതാക്കന്മാർ ഈ പാർട്ടിയെ കുഴിച്ചു മൂടുകയല്ലേ. CPM ഇനി ഉയരും. ആലപ്പുഴയിൽ CPM പൊങ്ങത്തില്ല. കാരണം CPM-കാരും അതിനകത്തില്ലിപ്പോ. CPM-ന്റെ എന്താ വേഷം ധരിച്ച് നടക്കുന്നത് എന്താ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് ഉറച്ചു പറയുകയും സാറിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ഈ പൊതുവേദിയിലേക്ക് വെച്ചിട്ട് ഈ അഴിമതിക്കാരനെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അത് പൊതുസമൂഹം കൂടി എതിർക്കില്ലേ? എന്നെ അഴിമതിക്കാരൻ ആരും വിളിച്ചല്ലോ. പൊതുവേദി വെച്ച് ആരും വിളിച്ചില്ല. ഇന്നലെ പരസ്യമായിട്ടാണ് സാർ നേരത്തെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ മുൻ MLA അത്തരത്തിലൊരു ആരോപണമാണ് ഉന്നയിച്ചത്. വാങ്ങിയ പൈസയ്ക്കൊക്കെ സാർ കണക്ക് പറയണമെന്നാണ് അയാൾ പരസ്യം. കണക്ക് പറഞ്ഞാൽ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താകും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആളാണ്. ഞാനിപ്പോഴും കമ്മ്യൂണിസം ഉണ്ട്. എനിക്ക് പക്ഷേ പാർട്ടി പറയില്ല. ഇലക്ഷൻ കാലത്ത് ഇരിക്കുന്ന ഫണ്ട് പൊതുജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ ഒരു പൈസ ഇല്ല. അപ്പോൾ അണ്ണാക്കിലോട്ട് കൈവല്ലിടുക. ഇയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ. അയാൾക്ക് എന്തറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി? അയാൾക്ക് വ്യക്തിവൈരാഗ്യത്തിൽ ഓരോന്നും വിളി. വ്യക്തിവൈരാഗ്യമല്ല രാഷ്ട്രീയം. അത് മാർസൽ അനുസരിച്ച് പഠിക്കാൻ വേണ്ടി പറ. പഠിക്കട്ടെ, വിമർശനം ഉണ്ടായി പറയട്ടെ. ഗുണം പിടിക്കില്ല. അമ്പലപ്പുഴ ഇനി ആ പുല്ല് കുരുക്കാനേ പോണില്ല കേട്ടോ, ഉറപ്പ്. എന്നോട് പറയാൻ സൗകര്യപ്പെടും. പറയാൻ സൗകര്യപ്പെടും. അല്ല, ആദ്യം നിങ്ങൾ തിരുത്ത്. ഇയാളിങ്ങനെ അവിടെ ആ ഹാരിസ് സംസാരിച്ചപ്പോൾ ഞാൻ നിർത്താതെ സംസാരിച്ചാണ്. നിങ്ങൾ ആദ്യം തിരുത്തണം. നിങ്ങളെ ചോദിക്കാം, മറുപടി പറയും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ എന്നോട് പ്രസംഗിക്കുന്നതോടെ പറയാന്ന് പറഞ്ഞാൽ അതാരാ? നിങ്ങൾ നിന്നേരാൻ MLA ആയതൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. MLA-യുടെ കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് പറയുന്ന കാര്യം എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് സംസാരിച്ചത്. അല്ലാതെ ഷാജഹാനോട് അല്ലെങ്കിൽ സംസാരിക്കില്ല. നിങ്ങൾ വർഗീയവാദി ആയിരുന്നു. നിങ്ങൾ പാർട്ടി വരുന്ന വർഗീയ സംഘടനയിലായിരുന്നു. എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും? ആ സംഘടന വർഗീയതയുള്ളതായിരുന്നു. അതുകൊണ്ട് കമ്മീഷൻ വെക്കാം. കമ്മീഷൻ വെക്കാം. അല്ല, നിങ്ങൾ വെച്ചോ. ഒരു കാര്യം ഞാൻ പത്രക്കാരോട് പറയുകയാണ്. നിങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരരുത്. വർഗീയവാദി തന്നെ പറഞ്ഞത്. സുധാകരൻ ഒറ്റക്കല്ല, ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സുധാകരനോടൊപ്പം ഉണ്ടാവും. ഈ കാര്യത്തിൽ സംശയം. അല്ല, ഇതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം മുതലേ നമ്മൾ 2 കൊല്ലക്കാലമായിട്ട് ഈ ദേശീയപാതയിലെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പാർലമെന്റിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ, പാർലമെന്റിനകത്ത്, മന്ത്രിയുടെ മുമ്പാകെ ഒക്കെ ഉന്നയിച്ചതാണ് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ടാണ് ഇന്ന് ചെയർമാനോട് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി ചെയർമാൻ്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ ചുമതല വഹിക്കുന്ന ദേശീയപാത അതോറിറ്റി മെമ്പർ അടക്കം പങ്കെടുത്തുള്ള ഒരു മീറ്റിംഗ് നടത്തുന്നത്. നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. റോഡിൻ്റെ ഇരുവശമുള്ള വീടുകൾ മൊത്തം വെള്ളത്തിലല്ലേ. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഈ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ കൺസ്ട്രക്ഷനെ കുറിച്ച് തന്നെ വ്യാപകമായ പരാതിയുണ്ട്. ഉപയോഗിക്കുന്ന മണ്ണിനെ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അഗാധമായ എവിടെ നോക്കിയാലും ഗർത്തങ്ങളാണ് കാണുന്നത്, വലിയ വലിയ കുഴികൾ. ഇത്തരം റോഡുകളിൽ എങ്ങനെ സുരക്ഷയോട് സഞ്ചരിക്കാൻ പറ്റും? അതുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് ഇവിടെ അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ദേശീയപാതയിൽ അത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. സുരക്ഷാ ഓഡിറ്റ് ആവശ്യമാണ്. ഇവിടെയൊക്കെ അടിയന്തരമായ നടപടി വേണം. അതുകൊണ്ടാണ് പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് ഒരുപാട്. അണ്ടർപാസിൻ്റെ, പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ, അതൊക്കെ ന്യായമായ ആവശ്യങ്ങളാണ്. അതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടും. ന്യായമായ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഭാഗത്ത് നടത്തും. തോമസിനെ തല്ലിയ കേസിലെ അതിൽ അന്നത്തെ അന്വേഷണം അട്ടിമറിച്ച ADGP-ക്കെതിരെ ഇപ്പോഴും നടപടിയില്ല. റിപ്പോർട്ട് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അല്ല, ആ നടപടി പൂർത്തിയായിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അല്ലാതെ ആഭ്യന്തര വകുപ്പ് വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് ആ കേസിനെ സമീപിച്ചത്. ആദ്യം തന്നെ നടപടി മുന്നോട്ട് പോയി. അതിനകത്ത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം
UDF സർക്കാരിനുണ്ട്. അത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് എത്ര ഉന്നതരായാലും ആരായാലും അത്തരക്കാർ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ നിയമത്തിൻ്റെ പരിധി വരിക തന്നെ വേണം. ADGP DGP ആകാനിരിക്കുകയാണെന്നാണ് പറയുന്നത്. മറ്റൊരു നടപടിയിലേക്കും പോകുന്നില്ല, എല്ലാവരെയും നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ടവരെ തല്ലുന്നവനെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് ഒരു ക്വാളിഫിക്കേഷൻ. ഈ തോമസിനെ പോലെ തന്നെ തല തല്ലി പൊളിച്ചിട്ട് ആ തല്ലി പൊളിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സംരക്ഷണം ഒതുക്കുന്നതാണോ ഇതൊക്കെ ആകാനുള്ള? അതൊക്കെ നിങ്ങളുടെ സങ്കല്പങ്ങളല്ലേ. വരട്ടെ. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പഴയ SFIക്കാർക്ക് വരെ പുതിയ സർക്കാർ വന്നിട്ട് അതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പൊതുമധ്യത്തിൽ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, പ്രതിപക്ഷം വേറൊന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സ്റ്റാൻഡ് എന്താണ്? അല്ല, കോൺഗ്രസിന്റെ നിലപാട് ദേശീയ തലത്തിൽ ഉണ്ടല്ലോ. ആ നിലപാട് കൃത്യമായിട്ടുള്ള മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ താല്പര്യങ്ങൾ ശാനിക്കുന്ന ഒരു കാര്യത്തിനും മുന്നോട്ട് പോവില്ല എന്ന് മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യം എന്താണെന്ന് കാര്യത്തിൽ ഏകദേശം സർക്കാരിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണോ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഏതെങ്കിലും മുതലാളിയോ കോർപ്പറേറ്റ് ഉടമകളോ സംരക്ഷിക്കുന്ന താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ UDF സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാനാണ് നമ്മളെല്ലാം കേരളീയർ തയ്യാറാവുന്നത്. ഈ ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണല്ലോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഈ രംഗത്ത് ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ വിഴിഞ്ഞുമായിട്ട് അല്ല, പാർട്ടി ചർച്ചകളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. പാർട്ടി ഭരണം വന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് 1.5 മാസം ആയതല്ലേ ഉള്ളൂ. പാർട്ടിയുടെ ഫോമൽ കമ്മിറ്റികളൊക്കെ തന്നെ കുറച്ചുകൂടി ശക്തമാക്കി വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നടപടികളില്ല പാർട്ടി. അപ്പോൾ അതൊക്കെ ഫോമലായിട്ട് നടക്കും, ഡിസ്കഷൻ നടക്കും പാർട്ടിക്കകത്ത്. ജി സുധാകരനെതിരായിട്ട് വലിയ പ്രതിഷേധം ഈ CPM പല ഭാഗങ്ങളിൽ നടക്കുന്നു. ഇന്നലെ ഞാനതാ പറഞ്ഞത്. MLA ഒരു മന്ത്രി ഒരു സ്കൂളിൽ ചെന്നതിന്റെ പേരിലാണ് അവസാനം സംഘർഷം പോലും ഉണ്ടായി. അവർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. ഇപ്പൊ MLA ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം വെക്കുകയാണ്. അങ്ങനെ MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു ശ്രമം നടക്കുന്നതായിട്ട് കണ്ടോ? അല്ല, അതുകൊണ്ട് MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സംഭവമൊന്നുമില്ല. സുധാകരൻ ഒറ്റക്കല്ല, ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സുധാകരനോടൊപ്പം ഉണ്ടാവും. ഈ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം CPM നേതാവ് എന്ന നിലയിൽ CPM രാജിവെച്ചിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നിന്ന് രാജിവെച്ചവരെ എത്ര പേര് കോൺഗ്രസിനെ അപഹസിച്ചുകൊണ്ട് പോയിട്ട് CPM സ്വീകരിച്ചിട്ടുണ്ട്. CPM അവർക്ക് മാലയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്നല്ല അവർ പറഞ്ഞത്. ഇവരിപ്പോഴും നന്നാവാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. MLA പൊതുവേദിയിൽ വെച്ച് വിചാരണ ചെയ്യുന്നവർ ശ്രമിക്കുക. ആ കാലമാണോ ഇത്? CPM അണികൾ പോലും ഇത് അംഗീകരിക്കുമോ? ആ അണികളടക്കം വോട്ട് നൽകിയിട്ടില്ല സുധാകരനെ ജയിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ നയങ്ങളോടുള്ള പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് സുധാകരൻ്റെ ഈ ഭൂരിപക്ഷം. അത് മനസ്സിലാക്കിയിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം നിങ്ങൾ MLA പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യുക, മോശം ചെയ്യുക. MLAയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് പ്രസംഗിക്കാം, അല്ലെങ്കിൽ പറയാം. നിയമസഭയുണ്ട്, അവിടെ സംസാരിക്കാം. അതല്ലാതെ MLA വഴി നടക്കുമ്പോൾ തടയാനും പിടിക്കാനും വിചാരണ ചെയ്യാനും പോകുന്നത് നിങ്ങൾ പഴയ ഫാസിസ്റ്റ് സ്റ്റൈൽ ഇപ്പോഴും തുടരുകയാണ്. 10 കൊല്ലം ഭരിച്ചതിൻ്റെ അത് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ തെളിവാണ് ഇത്. മനസ്സിലായില്ലേ? അതിൻ്റെ ആ അഹങ്കാരവും ധിക്കാരവും ഇപ്പോഴും അവരെ പിന്തുടരുന്ന തെളിവാണ്. അവർ പാർട്ടി നിയന്ത്രിക്കണം ഇത്തരക്കാരെ. അവർക്ക് ജനങ്ങളിൽ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരം നടപടികളാണ് അവസാനിപ്പിക്കേണ്ടത്. അതിന് പകരം ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും തെറ്റായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ജനപ്രതിനിധിയെ ഭീഷണിപ്പെടുത്തിയിട്ട് തെരുവിൽ തടയാനൊക്കെ മെനക്കെട്ടാൽ CPM ജനപ്രതിനിധികൾക്ക് നടക്കാൻ പറ്റുമോ? UDF തീരുമാനിച്ചാൽ അതുപോലെ? അതവർ മനസ്സിലാക്കണം. ജനപ്രതിനിധികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കയറി പിടിക്കുക, അവരെ തെരുവിൽ ചോദ്യം ചെയ്യുക, ഇതൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. ഭൂഷണമായ കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ എതിർക്കൂ, വിമർശിക്കൂ, അതിനൊന്നും ആർക്കും തെറ്റില്ല. പക്ഷേ ഈ രീതി അവസാനിപ്പിക്കണം. കൈക്കൂലി മേടിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത്. ജനങ്ങളോട് പറഞ്ഞ ഇതൊക്കെ ആരും വിശ്വസിക്കും?